Select suitable answer. 13 square is equal to 10 square plus dash is equal to 3 square. അത് എത്രയാണ്? നമുക്കറിയാം 13 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 13 നമുക്ക് 10 പ്ലസ് 3 എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ 10 പ്ലസ് 3 ഹോൾ സ്ക്വയർ, അതായത് ഫസ്റ്റ് നമ്പർ 10 അല്ലേ, അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 10 ഇൻറ്റു സെക്കൻഡ് നമ്പർ 3 പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൽ ഓൾറെഡി 10 സ്ക്വയറും 3 സ്ക്വയറും ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നടുക്കുള്ള എന്താണ്? 2 ഇൻറ്റു 10 ഇൻറ്റു 3 അല്ലേ, അതേതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ, അതായത് ഇതാണ് 2 ഇൻറ്റു 10 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 10 ഇൻറ്റു 3 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ്, എ ആണ് ആൻസർ. ഓക്കെ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. ചുവടെയുള്ള രണ്ട് പ്രസ്താവനകൾ വായിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1, ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ആർ ദ സെയിം ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ സെയിം. അതായത് ഒരു ത്രികോണത്തിലെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ്? കറക്റ്റ് ആണ് അല്ലേ, ട്രൂ ആണ്. സൈഡ്സ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ അവയുടെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിൾസിൽ അല്ലേ. രണ്ടാമത്തത് എന്താണ്? ഇഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് സെയിം ആസ് ദ ആംഗിൾസ് ഓഫ് അനദർ ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്സ് ആർ ഓൾസോ സെയിം. ഒരു ത്രികോണത്തിലെ കോണുകളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായാൽ ത്രികോണങ്ങളുടെ വശങ്ങളും തുല്യമായിരിക്കും. അത് കറക്റ്റ് അല്ല അല്ലേ. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, പക്ഷേ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. ഓക്കെ, 123 square is equal to 15,129. Then 12.3 square എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.3 സ്ക്വയർ എന്ന് വെച്ചാൽ 12.3 നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം പോയിന്റ് ഇല്ലാതെ എഴുതാം. 123 ബൈ എത്ര സീറോ ഇട്ട് കൊടുക്കണം ഡിനോമിനേറ്ററിൽ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ അല്ലേ ഉള്ളത്, അപ്പോൾ 1 0 ഉള്ള 10 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 123 ബൈ 10 ആണ് എന്ത്? 12.3 എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് 123 സ്ക്വയർ ബൈ 10 സ്ക്വയർ. ദാറ്റ് ഈസ് 123 സ്ക്വയർ എത്ര? 15,129 ആണെന്ന് തന്നിട്ടുണ്ട്. ബൈ 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100. ഓക്കെ, ഇതിനെ എങ്ങനെ ഡെസിമലാക്കാം? ആദ്യം ന്യൂമറേറ്റർ എഴുതാം. അത് എത്രയാണ്? 15,129. ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉള്ളത്? 1 2 സീറോസ് ഉണ്ട്. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വേണം ആൻസറിൽ അല്ലേ. അപ്പോൾ ബാക്കിൽ നിന്ന് 2 കൊണ്ടുപോയിട്ട് പോയിന്റ് ഇടാം. 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. സോ ദ ആൻസർ ഈസ് എന്താണ്? 151.29 ആണ്, അതായത് ഡി ആണ് ആൻസർ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെഗുലർ പോളിഗൺസ്? താഴെ തന്നിരിക്കുന്നവയിൽ സമബഹുഭുജങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജങ്ങളുടെ സൈഡ്സും എല്ലാം എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, കൂടാതെ അവയുടെ ആംഗിൾസും കോണുകളും ഈക്വൽ ആയിരിക്കും. വശങ്ങളും കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കണം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൽ എല്ലാ കോണുകളും തുല്യമാണ്, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. 60 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ വശങ്ങളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ് ഒന്നാമത്തേത്. അപ്പോൾ അത് ഒരു റെഗുലർ പോളിഗൺ ആണ്, അല്ലെങ്കിൽ സമബഹുഭുജമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു ചതുരാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് ഈക്വൽ അല്ല, തുല്യമല്ല. 6ഉം 3ഉം ആണ്, അവ തുല്യമല്ല. അതുകൊണ്ട് അതൊരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം അല്ല. മൂന്നാമത്തെ ഫിഗറിൽ വശങ്ങളൊക്കെ തുല്യമാണ്, പക്ഷെ കോണുകൾ വ്യത്യാസമാണ് അല്ലേ. ഒന്ന് വലിയ കോണ്, ഒന്ന് ചെറിയ കോണ്. കോണുകൾ തുല്യമല്ല, ആംഗിൾസ് തുല്യമല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് അതൊരു സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ അല്ല. നാലാമത്തെ ചിത്രത്തിൽ കോണുകളൊക്കെ എന്താണ്? 90 ഡിഗ്രി ആണ് ആംഗിൾസ് ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആണ്, കോണുകൾ തുല്യമാണ്, വശങ്ങളും തുല്യമാണ്. 5 5 5 ആണ് വരുന്നത്. സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയും? ഇതൊരു റെഗുലർ പോളിഗൺ ആണ് അല്ലെങ്കിൽ സമബഹുഭുജമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ? 1ഉം 4ഉം അല്ലേ, അതായത് 1ഉം 4ഉം വരുന്ന ഡി അല്ലേ. അപ്പോൾ ഡി ആണ് ആൻസർ. ഓക്കെ, ഇൻ ദ ഫിഗർ ABCD ഈസ് എ പാരലലോഗ്രാം. ആംഗിൾ CAD 25 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ ACD 55 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആംഗിൾ ADC? ആംഗിൾ ADC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ ADC ഒന്ന് നോക്കൂ. ട്രയാങ്കിൾ ADCയിലെ സം ഓഫ് ആംഗിൾസ് എന്താ? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ADCയിലെ ആംഗിൾസ് എന്തൊക്കെയാണ്?
ഒന്ന് 25 ഡിഗ്രി, ഒന്ന് 55 ഡിഗ്രി, പിന്നെ മൂന്നാമത്തെ ആംഗിളാണ് ആംഗിൾ എ ഡി സി അല്ലേ. സോ ആംഗിൾ എ ഡി സി പ്ലസ് 25 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി ഈസിക്കൽ ടു 180 ഡിഗ്രിയാണ്. കാരണം എന്താണ്, ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്താണ് 180 ഡിഗ്രിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ എ ഡി സി പ്ലസ് 25 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി എത്രയാണ്, 80 ആണ് അല്ലേ. സോ 80 ഡിഗ്രി ഈസിക്കൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ഡി സി കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 80 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 80 ഡിഗ്രി കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 80 ഡിഗ്രി ആവും. സോ ആംഗിൾ എ ഡി സി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എത്രയാണ്, 100 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ എ ഡി സി എത്രയാണ്, 100 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഇവ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പാരലലോഗ്രാം എ ബി സി ഡിയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും. അതുകൊണ്ട് അവ ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി എത്രയാണ്, 100 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ ആംഗിൾ എ ബി സി എന്തായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം എ ബി സി ഡി. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. വിട്ടുപോയ സംഖ്യകൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, 2.5 സ്ക്വയർ ആണല്ലേ. 2.5നെ നമുക്ക് എങ്ങനെ എഴുതാം, 2.5 സ്ക്വയർ എന്ന് വെച്ചാൽ 2.5നെ നമുക്ക് 2 പ്ലസ് ഹാഫ് എന്ന് എഴുതാം അല്ലേ. 2 പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ. 2 പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, ഫസ്റ്റ് നമ്പർ 2 അല്ലേ. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ഹാഫ് പ്ലസ് സെക്കൻഡ് നമ്പറായ ഹാഫിൻ്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഹാഫ് എന്ന് വെച്ചാൽ എന്താ, 2/2 1 ആണ്. പിന്നെ ഒരു 2 ഉള്ളൂ അല്ലേ. അപ്പോൾ 2 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 1/4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, 2 സ്ക്വയർ പ്ലസ് 2 ഓൾറെഡി ഉണ്ട്. പിന്നെ വേണ്ടത് 1/4 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആൻസർ എന്താ, 1/4 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 7.5 സ്ക്വയർ ആണ്. 7.5നെ നമുക്ക് 7 പ്ലസ് ഹാഫ് എന്ന് എഴുതാം സ്ക്വയർ അല്ലേ. ഫസ്റ്റ് നമ്പർ 7 ആണ്. അപ്പോൾ 7 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 7 ഇൻറ്റു സെക്കൻഡ് നമ്പർ ഹാഫ് പ്ലസ് ഹാഫ് സ്ക്വയർ, ദാറ്റ് ഈസ് 7 സ്ക്വയർ എത്രയാണ്, 49 ആണ്. പ്ലസ് 2 ഇൻറ്റു 7 ഇൻറ്റു ഹാഫ് അല്ലേ. 2 ഇൻറ്റു ഹാഫ് എന്ന് വെച്ചാൽ 2/2 1 ആണ്. പിന്നെ ഒരു 7 ഉള്ളൂ അല്ലേ. പ്ലസ് 7 പ്ലസ് ഹാഫ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1/4 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 49 പ്ലസ് 7 ആണ്. അത് എത്രയാണ്, 49 പ്ലസ് 7 എത്രയാണ്, 56 ആണ് അല്ലേ. അപ്പോൾ 56 പ്ലസ് 1/4 ആണ് എന്ത് ആൻസർ. അപ്പോൾ 1/4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള എന്താ, 56. ഓക്കെ, ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 3600 ഡിഗ്രി വൈ. അതായത് ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് 3600 ആവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഷുഡ് ബി മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. അപ്പോൾ 3600 180യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3600നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 3600 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, 180 ഡിഗ്രി ഇൻറ്റു 20 ആണ് അല്ലേ. 20 ഇൻറ്റു 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, 3600 180യുടെ മൾട്ടിപ്പിൾ ആണ്, 20th മൾട്ടിപ്പിൾ ആണ് എന്ത് 3600 എന്ന് പറയുന്നത് അല്ലേ. സോ 3600 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 180 ഡിഗ്രി. അതുകൊണ്ട് 3600 ക്യാൻ ബി സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ.
In the figure, perpendicular sides of the right triangle are equal. Find the measures of two small angles. അതായത് താഴെ ഫിഗറിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താണ് ഈക്വൽ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരുന്ന സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സ് എന്താണ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി അല്ലാത്ത ആംഗിൾസ് ആണ്. ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ABC എന്ന് നെയിം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്താണ് 180 ഡിഗ്രി ആണല്ലേ. ആംഗിൾ B 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ് സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ് ഇവ എന്താണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ അല്ലേ. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ സിക്ക് പകരം ആംഗിൾ എ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ എ ഇസ് പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ 2 ആംഗിൾ എ ആണ്. പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ എ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 90 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 90 ഡിഗ്രി ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 90 ഡിഗ്രി ആകും. സോ 2 ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി എത്ര 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ എ കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ബൈ 2. 90 ഡിഗ്രി ബൈ 2 എത്രയാണ് 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ 45 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സി എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ സിയും എന്തായിരിക്കും? ആംഗിൾ എ തന്നെ ആയിരിക്കും, അതായത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 45 ഡിഗ്രിയാണ്. In the figure, the shaded rectangle is obtained by adding and subtracting the sides of the square by 1 cm. Taking the sides of the square as x, write the sides of the shaded rectangle. അതായത് ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൻ്റെ സൈഡ്സിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ കുറച്ചിട്ടും കൂട്ടിയിട്ടും ഒക്കെയാണ് ഈ റെക്റ്റാങ്കിൾ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ പോർഷൻ എക്സ് ഇത്രയും എക്സ് ആണ് അല്ലേ. സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ സൈഡ് എന്താ എക്സ് പ്ലസ് 1 ആണല്ലേ. പിന്നെ ഈ സൈഡോ? സൈഡ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഈ 1 മൈനസ് ചെയ്താണ് അല്ലേ. ഈ ടോട്ടൽ സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണ്. അതിൽ നിന്ന് ഈ 1 സെൻറ്റിമീറ്റർ മൈനസ് ചെയ്തു. അപ്പോൾ എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ഏതൊക്കെയാണ്? ഒന്ന് എക്സ് പ്ലസ് 1ഉം പിന്നെ എക്സ് മൈനസ് 1ഉമാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കാണാൻ ലൊക്കേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതാം. അപ്പോൾ ലെങ്ത്ത് എക്സ് പ്ലസ് 1ഉം ബ്രെഡ്ത്ത് എക്സ് മൈനസ് 1 ആണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 അതെത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണല്ലേ. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വെച്ചാൽ എക്സിന് പകരം എക്സും വൈക്ക് പകരം 1ഉം കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് എന്ത്? ഏരിയ ഓഫ് ഷെയ്ഡഡ് റെക്റ്റാങ്കിൾ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് മോർ ഏരിയ, സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ? സ്ക്വയറിനാണോ റെക്റ്റാങ്കിളിനാണോ കൂടുതൽ ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ ലൊക്കേഷൻ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അതായത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമ്മൾ കണ്ടു, എത്രയാണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ ഏതാണ് കൂടുതൽ? ഏരിയ ഓഫ് സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അതിൽ നിന്ന് 1 കുറവാണ്, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് അല്ലേ. അപ്പോൾ
മോർ ഏരിയ എന്തിനാണ്? സ്ക്വയറിനാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ഹാസ് മോർ ഏരിയ. One inner angle of a regular polygon is 135 degree. What is the measure of one outer angle of this polygon? അതായത് നമുക്കറിയാം ഒരു വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സം എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 ഇന്നർ ആംഗിൾ പ്ലസ് 1 ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇന്നർ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. സോ 135 ഡിഗ്രി പ്ലസ് 1 outer angle is equal to 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നും 1 ഔട്ടർ ആംഗിൾ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 135 ഡിഗ്രിയെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 135 ഡിഗ്രിയെ കെൽക്കുലേറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 135 ഡിഗ്രി ആകും. സോ 1 ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 135 ഡിഗ്രി. അതെത്രയാണ്? 45 ഡിഗ്രിയാണ്. സോ ദ ആൻസർ ഈസ് 45 ഡിഗ്രി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്? ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി ആണല്ലേ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ടർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താ? 360 ഡിഗ്രി ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ 360 ഡിഗ്രി ബൈ എൻ ആണ് എന്ത്? 45 ഡിഗ്രി എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എൻ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ ബൈ എന്നിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എൻ ആകും. ഈ 45 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 45 ഡിഗ്രി ആകും അല്ലേ. സോ 360 ഡിഗ്രി ബൈ 45 ഈസ് ഈക്വൽ ടു എൻ. ദാറ്റ് ഈസ് 360 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 40 ഡിഗ്രി എന്ന് എഴുതാം. 45 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 5 ഡിഗ്രി എന്ന് എഴുതാം. ന്യൂമറേറ്ററിലെ 9ഉം ഡിനോമിനേറ്ററിലെ 9ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി 40 ബൈ 5 8 ആണ് അല്ലേ. അപ്പോൾ എന്താണ്? 8 ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ. അതായത് നമ്പർ ഓഫ് സൈഡ്സ് ആണ് എൻ, അത് എത്രയാണ്? 8 ആണ്. ഓക്കെ, in the figure, all the sides of the quadrilateral are equal. Prove that the line joining the opposite vertices of this quadrilateral bisect the angles at these vertices. അതായത് താഴെ ഫിഗറിലുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെർട്ടിസസ് ജോയിൻ ചെയ്യുന്ന ലൈനില്ലേ, ആ ലൈന് ആ വെർട്ടിസസിലുള്ള ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അതായത് ഈ വെർട്ടിസസിലുള്ള രണ്ട് ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അതേപോലെ ഈ വെർട്ടിസസിലുള്ള ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഈ ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് ട്രയാങ്കിൾ ABDയും ഒന്ന് ട്രയാങ്കിൾ CBDയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും AD എന്ന സൈഡും DC എന്ന സൈഡും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ ABCയുടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ADയും CDയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, AD ഈസ് ഈക്വൽ ടു CD. കാരണം all sides of quadrilateral ABCD are equal. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ട്രയാങ്കിൾ ABDയിലെയും CBDയിലെയും രണ്ട് സൈഡ്സായ AB എന്ന സൈഡും BC എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്? അവയും ഈ ക്വാഡ്രിലാറ്ററൽ ABCD സൈഡ്സ് ആണല്ലോ. ക്വാഡ്രിലാറ്ററൽ ABCDയുടെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. AB ഈസ് ഈക്വൽ ടു BC. സെയിം റീസൺ തന്നെയാണ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിലെയും BD എന്ന സൈഡ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരേ സൈഡാണ്. അപ്പോൾ BD ഈസ് ഈക്വൽ ടു BD എന്ന് എഴുതാം. കോമൺ സൈഡ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും എല്ലാ സൈഡ്സും പരസ്പരം ഈക്വൽ ആണ് അല്ലേ. ട്രയാങ്കിൾ ABDയിലെ എല്ലാ സൈഡ്സും ട്രയാങ്കിൾ CBDയിലെ എല്ലാ സൈഡ്സിനും ഈക്വൽ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ CBDയും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു എ ബി എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ. എ ബി ഇസിക്കൽ ടു ബി സി എന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂടി ഈക്വൽ ആയിരിക്കും. എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ ഡി ബി. ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ട്രയാംഗിൾ സി ബി ഡി ഇല്ല, ആംഗിൾ ബി ഡി സി അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ആംഗിൾ എ ഡി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എ ബി ബി സി എന്നീ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് ഇവ. ഏത്? ആംഗിൾ എ ഡി ബിയും ആംഗിൾ ബി ഡി സിയും. അപ്പോൾ അവയും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതേപോലെ മറ്റ് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് നമ്മൾ കണ്ടല്ലോ. അതേതാണ്? എ ഡി ഇസിക്കൽ ടു സി ഡി എന്ന് കണ്ടു അല്ലേ. എ ഡി എന്ന സൈഡും സി ഡി എന്ന സൈഡും ഈക്വൽ ആണെന്ന് കണ്ടു. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എ ഡി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ഏത്? ആംഗിൾ എ ബി ഡി. ഡി സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ആംഗിൾ സി ബി ഡി അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ എ ബി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഡി. കാരണം എന്താണ്? ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എ ഡി ആൻഡ് സി ഡി. ഓക്കെ. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ചു. ഏതൊക്കെ ആംഗിൾസ്? ആംഗിൾ എ ഡി ബിയും ആംഗിൾ ബി ഡി സിയും ഈക്വൽ ആണെന്ന് കണ്ട് അല്ലെ. അതേപോലെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ട്. ഏത്? ആംഗിൾ എ ബി ഡിയും ആംഗിൾ സി ബി ഡിയും ഈക്വൽ ആണെന്ന് കണ്ട് അല്ലെ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ലൈന് ബി ഡി എന്ന ലൈന് ഈ രണ്ട് വെർട്ടിസസിലുള്ള ആംഗിൾ ബി എയും ആംഗിൾ ഡി എയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ വെർട്ടിസസിലുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സോ ബി ഡി bisect angle D and angle B. Okay. Prove that if two sides of a triangle are equal, then their opposite angles are also equal. അതായത് ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇതിന് എ ബി സി എന്ന് നെയിം ചെയ്യാം. ഓക്കെ. അപ്പോൾ എ ബി എന്ന സൈഡും എ സി എന്ന സൈഡും ആണ് ഈക്വൽ. ഓക്കെ. എ ബി ഈസ് ഈക്വൽ ടു എ സി. ഇങ്ങനെയാണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. കാരണം രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഈ ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണല്ലോ എ ബി എ സി. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ബി, എ ബിക്ക് ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ സി. അപ്പോൾ ഈ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എയിൽ നിന്നും ബി സിയുടെ മിഡ് പോയിന്റ് ആയ എം, ബി സിയുടെ മിഡ് പോയിന്റ് എം ആണ്. അപ്പോൾ എമ്മിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ എ ടു മിഡ് പോയിന്റ് ഓഫ് ബി സി എം. എം ഈസ് മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഇപ്പോൾ ഈ ഫിഗറിൽ രണ്ട് ട്രയാങ്കിൾസ് ആയി അല്ലേ. ഇത് ട്രയാങ്കിൾ എ എം ബിയും ട്രയാങ്കിൾ എ എം സിയും അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾസിലെ എ ബി എന്ന സൈഡും എ സി എന്ന സൈഡും ഈക്വൽ ആണ് ഈ രണ്ട് ട്രയാങ്കിൾസിലെയും അല്ലേ. എ ബി ഈസ് ഈക്വൽ ടു എ സി. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ എ ബി എന്ന സൈഡ് എ സി എന്ന സൈഡ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതേപോലെ ഈ എം എന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ. ട്രയാങ്കിൾ എ ബി എമ്മിലും ട്രയാങ്കിൾ എ സി എമ്മിലും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ എം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എ എം ഈസ് ഈക്വൽ ടു എ എം. കോമൺ സൈഡ് ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് എ ബി എം ആൻഡ് എ സി എം. അതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ബി എം എന്ന സൈഡും സി എം എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? എം മിഡ് പോയിന്റ് ആണ് തന്നിട്ടുണ്ടല്ലോ. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് എം. അപ്പോൾ ബി എമ്മും സി എമ്മും എന്താ ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ട്രയാങ്കിൾ എ ബി എമ്മിലെയും ട്രയാങ്കിൾ എ സി എമ്മിലെയും മൂന്ന് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി എമ്മും ട്രയാങ്കിൾ എ സി എമ്മും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ഈക്വൽ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ. ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ എം എന്ന സൈഡ് ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി എമ്മില് എമ്മിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ബി ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ എം എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി ആണ് അല്ലേ. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. കാരണം എന്താണ്? ദേ ആർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എം ആൻഡ് എം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ആംഗിൾ ബിയും ആംഗിൾ സിയും, അതായത് ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് വലിയ ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആയ എ ബിയും എ സിയുടെയും ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ ബിയും ആംഗിൾ സിയും അല്ലെ. എ സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ആംഗിൾ ബി, എ ബി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ സി. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, 35 square is equal to 1225. Using this, calculate the square of 36. What is the square of 33? 35 square 1225 ആണ്. അങ്ങനെയാണെങ്കിൽ 36 സ്ക്വയർ എത്രയാണ്? അതേപോലെ 33 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 36 സ്ക്വയർ കണ്ടുപിടിക്കുക. 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 35 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 36 സ്ക്വയർ എന്ന് വെച്ചാൽ 35 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 35 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിന് പകരം 35ഉം വൈക്ക് പകരം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 35 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 35 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 35 സ്ക്വയർ എത്രയാണ്? 1225 ആണ് തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു 35 70 ആണ്. പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 അല്ലേ. ദാറ്റ് ഈസ് 1225 പ്ലസ് 70 പ്ലസ് 1, അതായത് 71. അതെത്രയാണ്? ദാറ്റ് ഈസ് 1296 ആണ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് 33? 33 സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 33 എന്ന് പറഞ്ഞാൽ എന്താ? 35 മൈനസ് 2 ആണല്ലോ 33 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 33 സ്ക്വയർ എന്ന് വെച്ചാൽ 35 മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ. അതായത് എക്സിന് പകരം 35ഉം വൈക്ക് പകരം 2ഉം കൊടുക്കുക. ദാറ്റ് ഈസ് 35 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 35 ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് 35 സ്ക്വയർ എത്രയാണ്? 1225 ആണ് തന്നിട്ടുണ്ട്. മൈനസ് 2 ഇൻറ്റു 35 അത് എത്രയാണ്? 70 ഇൻറ്റു 2 140 ആണ് അല്ലേ. മൈനസ് 140 പ്ലസ് 2 സ്ക്വയർ എത്ര? 2 ഇൻറ്റു 2 4 അല്ലേ, 4. ഓക്കെ, ദാറ്റ് ഈസ് 1225 മൈനസ് 140 അത് എത്രയാണ്? ദാറ്റ് ഈസ് 1085 ആണ്. പ്ലസ് 4ഉം കൂടി ഉണ്ട്. അപ്പോൾ 1089 ആണ് ആൻസർ. ഓക്കെ, സീ ദ ഗിവൺ പാറ്റേൺ, റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ. നെക്സ്റ്റ് ലൈൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആദ്യം 3, 5, 7 ഇവയൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ. 3 കഴിഞ്ഞിട്ട് 5 ആണ് ഓഡ് നമ്പർ, 5 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ 7 ആണ്, 7 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ എത്ര? 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു അടുത്തതോ നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെ വരുന്നത്? 2, 3, 4. അപ്പോൾ അടുത്ത 5 ആയിരിക്കും. സോ 5 സ്ക്വയർ മൈനസ് അടുത്തതോ 1, 2, 3. അപ്പോൾ അടുത്ത 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്താ? 9 ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 15 ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. അതായത് 15 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് 2 മെത്തേഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സമ്മിൻ്റെ ഹാഫിൻ്റെ സ്ക്വയേഴ്സ് മൈനസ് ഡിഫറൻസിൻ്റെ ഹാഫിൻ്റെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് xy ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 15 ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 15 ഇൻറ്റു 1നെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു വൈ എന്ന ഫോമിലാണല്ലോ 15 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ. എക്സിന് പകരം 15ഉം വൈക്ക് പകരം 1ഉം കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 15 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ
മൈനസ് 15 മൈനസ് 1/2 ഹോൾ സ്ക്വയർ അല്ലേ? അതായത് എക്സിന് പകരം 15ഉം വൈക്ക് പകരം 1ഉം കൊടുത്തു. 15 പ്ലസ് 1 എത്രയാണ്? 16. 16/2 എത്രയാണ്? 8 ആണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് 8 സ്ക്വയർ മൈനസ് 15 മൈനസ് 1 4 ആണ്, 14 ആണ്. 14/2 7 ആണ്. അപ്പോൾ 7 സ്ക്വയർ. അപ്പോൾ 15 നമുക്ക് എങ്ങനെ എഴുതാം? 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ 15 നമുക്ക് ഇനി വേറെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാമല്ലോ. 15 നമുക്ക് 5 × 3 എന്ന് എഴുതിക്കൂടെ? 5 × 3 എന്ന് വെച്ചാലും 15 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 5ഉം വൈക്ക് പകരം 3ഉം കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 5 + 3/2 ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 3/2 ഹോൾ സ്ക്വയർ അല്ലേ? അതായത് 5 + 3 8 ആണ്. 8/2 4 ആണ്. സോ 4 സ്ക്വയർ മൈനസ് 5 മൈനസ് 3 2 ആണ്. 2/2 1 ആണ്. 1 സ്ക്വയർ. ഇങ്ങനെയും എഴുതാം അല്ലേ? അപ്പോൾ 15 രണ്ട് പെർഫെക്റ്റ് സ്ക്വയർസിൻ്റെ ഡിഫറൻസ് ആയിട്ട് എങ്ങനെയൊക്കെ എഴുതാം? 8 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ 4 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ? ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ടർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? 360 ഡിഗ്രി ബൈ n ആണല്ലേ? വേറെ n എന്ന് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ദാറ്റ് ഈസ് 360 ഡിഗ്രി ബൈ n. n എത്രയാണ്? പെൻറ്റഗണിന് 5 സൈഡ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ് അല്ലേ? അപ്പോൾ 360 ഡിഗ്രി ബൈ 5 അത് എത്രയാണ്? 72 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഔട്ടർ ആംഗിൾ 72 ഡിഗ്രി ആണ്. ഓക്കെ. ഡ്രോ എ റെഗുലർ പെൻറ്റഗൺ ഓഫ് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ. വശങ്ങളുടെ നീളം 4 സെൻറ്റിമീറ്റർ ആയ സമപഞ്ചഭുജം വരയ്ക്കുക. അപ്പോൾ സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സൈഡ്സ് ഉള്ള പോളിഗണാണ് അല്ലേ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 സൈഡുള്ള പോളിഗണാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആദ്യം ഒരു സാമ്പിൾ ഡയഗ്രം വരയ്ക്കാം. ABCD എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഇതിലെ ഒരു ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? ഒരു അകക്കോൺ എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ നേരത്തെ കണ്ടു 72 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇന്നർ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് ഔട്ടർ ആംഗിൾ ആണ് അല്ലേ? അതായത് 180 മൈനസ് 72 അത് എത്രയാണ്? 108 ഡിഗ്രിയാണ് ഇന്നർ ആംഗിൾ വേണ്ടത്. ഓക്കെ. അപ്പോൾ ഓരോ ഇന്നർ ആംഗിൾ റെഗുലർ പോളിഗൺ അല്ല. അപ്പോൾ എല്ലാ ആംഗിളും എന്തായാലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എല്ലാ ഇന്നർ ആംഗിളും എന്താണ്? 108 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് റെഗുലർ പെൻറ്റഗൺ വരയ്ക്കാൻ തുടങ്ങാം. ആദ്യം AB എന്ന സൈഡ് വരയ്ക്കാം. AB എന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. സോ ഒരു റൂളർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി AE എന്ന സൈഡ് വരയ്ക്കാം. AE എന്ന സൈഡ് Aയിൽ നിന്നും 108 ഡിഗ്രിയിലാണ് അല്ലേ? സോ Aയിൽ നിന്നും നമ്മൾ 108 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്രാക്ടറിലെ 0 AB എന്ന ലൈനിൽ വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 108 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100. 108 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 108 ഡിഗ്രിയിലുള്ള ലൈനായി. പക്ഷേ എയ്ക്ക് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത്. സോ നമുക്ക് റൂളർ എടുത്തിട്ട് എയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലൊരു പോയിന്റ് ഇടാം. ഈ പോയിന്റാണ് E. ഓക്കെ. ഇനി BC എന്ന സൈഡ് വരയ്ക്കാം. BC എന്ന സൈഡ് Bയിൽ നിന്നും 108 ഡിഗ്രി ആംഗിളാണ്. സോ Bയിലും നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കാം. പ്രൊട്രാക്ടറിൻ്റെ 0 AB എന്ന സൈഡിലും വരുന്ന വിധത്തിൽ വയ്ക്കാം. എന്നിട്ട് ആ 0യിൽ നിന്നും 108 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100. 108 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് Bയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 108 ഡിഗ്രി ആംഗിളുള്ള ലൈനായി. പക്ഷേ BCക്ക് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത്. സോ നമുക്കൊരു റൂളർ എടുത്തിട്ട് Bയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റാണ് C. ഓക്കെ. ഇനി ED എന്ന സൈഡ് വരയ്ക്കാം. ED എന്ന സൈഡ് Eയിൽ നിന്നും 108 ഡിഗ്രി ആംഗിളിലാണ് അല്ലേ? സോ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ Eയിൽ വെക്കാം. പ്രൊട്രാക്ടറിലെ 0 AE എന്ന സൈഡിൽ വരുന്ന വിധത്തിൽ വെക്കാം. എന്നിട്ട് ഈ 0യിൽ നിന്നും 108 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60, 80, 100. 108 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് Eയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 108 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. പക്ഷേ EDക്ക് 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് വേണ്ടത് അല്ലേ? സോ നമുക്കൊരു റൂളർ എടുത്തിട്ട് Eയിൽ നിന്നും 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടാം. ഈ പോയിന്റാണ് D. ഓക്കെ. ഇനി CD ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഗുലർ പെൻറ്റഗൺ കംപ്ലീറ്റ് ആയി. Some numbers are given to calculate the square of a 2-digit number in a particular method. Write the numbers denoting A, B, C, D. അതായത് എയും ബിയും സിയും
ഡിയും ഒക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1600-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റിലുള്ള നമ്പർ എന്താണ്? 40 ആണ്. ടോപ്പിലുള്ള നമ്പർ എ ആണ് അല്ലേ. അപ്പോൾ 1600 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 40യും എയും മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലേ. ദാറ്റ് ഈസ് 40 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 1600. അപ്പോൾ ഇതിൽ നിന്ന് എ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 40 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 40 ഈക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 40 ആകും. സോ എ ഈസ് ഈക്വൽ ടു 1600 ബൈ 40. എത്രയാണ്? ന്യൂമറേറ്ററിലുള്ള 0യും ഡിനോമിനേറ്ററിലുള്ള 0യും ക്യാൻസൽ ചെയ്ത് 160 ബൈ 4 എത്രയാണ്? 40 ആണല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 40. 36-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റിലുള്ള നമ്പർ ബി ആണ്. അത് ടോപ്പുള്ള നമ്പർ എന്താണ്? ബി ആണല്ലേ. അപ്പോൾ ബി ഇൻറ്റു ബി ആണ് എന്ത്? 36 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബി ഇൻറ്റു ബി എന്ന് വെച്ചാൽ ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണ്. അപ്പോൾ ബി എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 36. അത് എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, ഇനി നോക്കൂ, ഇനി സി കാണണം. അതിന് വേണ്ടിയിട്ട് ഈ സി എന്ന് പറയുന്നത് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റുള്ള നമ്പർ 40 ആണ്, ടോപ്പിലുള്ള നമ്പർ ബിയും ആണ് അല്ലേ. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഈ 40യും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സി കിട്ടുക അല്ലേ. അതായത് 40 ഇൻറ്റു ബി ആണ് സി. 40 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു സി. ദാറ്റ് ഈസ് 40 ഇൻറ്റു ബി എത്ര? 6 ഈസ് ഈക്വൽ ടു സി. 40 ഇൻറ്റു 6 അത് 240 അല്ലേ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 240 ആണ്. ഓക്കെ, ഇനി ഡി നോക്കൂ. ഡി എന്ന് പറയുന്നത് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റിലുള്ളത് ബിയും ടോപ്പിലുള്ളത് എയും ആണ്. അപ്പോൾ എ ഇൻറ്റു ബി ആണ് ഡി. ഓക്കെ, എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഡി. എ എന്ന് പറഞ്ഞാൽ 40 ആണല്ലോ. 40 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 6 ആണ് ഈസ് ഈക്വൽ ടു ഡി. 6 ഇൻറ്റു 4 40 ഇൻറ്റു 6 എന്താ? 240 ആണല്ലേ. അപ്പോൾ 240 ഈസ് ഈക്വൽ ടു ഡി. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താ? 240. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 40 ആണ്, ബി എന്ന് പറഞ്ഞാൽ 6 ആണ്, സി എന്ന് പറഞ്ഞാൽ 240 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 240. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് കണ്ടുപിടിച്ചത്? ടോപ്പിലുള്ള 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? എയും ബിയും അല്ലേ. അപ്പോൾ അവയുടെ സമ്മ് എ പ്ലസ് ബി ആണ് എന്ത്? നമ്പർ അല്ലേ. എ പ്ലസ് ബി. ലെഫ്റ്റിലും എ പ്ലസ് ബി തന്നെ ആയിരിക്കും. എ 40 ആണ്, പ്ലസ് ബി എന്താ? 6. ദാറ്റ് ഈസ് 46 ആണ് ആ നമ്പർ. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യന്, ആ സംഖ്യയുടെ വർഗ്ഗം എത്ര? വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ? അതായത് 46-ൻ്റെ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 46 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിലുള്ള എല്ലാ നമ്പേഴ്സും കൂടി എന്താണ്? ആഡ് ചെയ്യുക അല്ലേ. അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? ഒന്ന് 1600 ആണ് അല്ലേ. അതേ പ്ലസ് സി പ്ലസ് ഡി പ്ലസ് 36 അല്ലേ. ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്താൽ സമ്മ് കിട്ടും. ദാറ്റ് ഈസ് 1600 പ്ലസ് പിന്നെ സി പ്ലസ് ഡി പ്ലസ് 36. ദാറ്റ് ഈസ് 1600 പ്ലസ് സി എത്ര നമുക്ക് കിട്ടിയത്? 240. ഡി എത്രയാണ്? 240 പ്ലസ് 36. അത് എത്രയാണ്? 2116 ആണ് ആൻസർ. ഓക്കെ, റൈറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് എൻഡ്സ് ഇൻ 6. 6-ൽ അവസാനിക്കുന്ന 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 4 സ്ക്വയർ എന്താണ്? 16 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 6 ആണ്. പിന്നെ 6 സ്ക്വയർ അതെന്താ? 36 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ആ നമ്പേഴ്സ് ഏതാണ്? 4 സ്ക്വയറും 6 സ്ക്വയറും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. 6-ൽ അവസാനിക്കുന്ന ഒരുപാട് സ്ക്വയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഈ സ്ക്വയേഴ്സ് ഓഫ് എനി നമ്പർ എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ്സ് ഇൻ 6 എക്സ്പ്ലെയിൻസ് യൂസിങ് ആൾജിബ്ര. അതായത് 6-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും 6-ലാണ് എൻഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരുന്നു? ആൾജിബ്ര വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 6-ൽ അവസാനിക്കുന്ന നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 16 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 6 ആണ്. അതേപോലെ 36 എന്ന് വെച്ചാൽ 30 പ്ലസ് 6 ആണ്. അതേപോലെ 116 എന്ന് പറഞ്ഞാൽ എന്താ? 110 പ്ലസ് 6 ആണ് അല്ലേ. അപ്പോൾ ഈ 10, 30, 110 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒക്കെ ലാസ്റ്റ് 0 അല്ലേ വരുന്നത്. അപ്പോൾ 10-ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ 6-ൽ അവസാനിക്കുന്ന ഡിജിറ്റ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10-ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 6 എന്ന ഫോമിൽ എഴുതാം അല്ലേ. 10-ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 10n ആണ് അല്ലേ.
സോ നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 ഈസ് 10n plus 6. ഇതാണ് 6ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ ആൾജിബ്രിക് ഫോം. ഇനി ഇവയുടെ സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കാം. സ്ക്വയർ ഓഫ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 ഈസ് ഈക്വൽ ടു എന്താണ് ഇവയുടെ സ്ക്വയർ, അതായത് 10n plus 6ൻ്റെ സ്ക്വയർ. ഓക്കെ, 10n plus 6 ഹോൾ സ്ക്വയർ. അതെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ 10n plus 6 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 10n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10n ഇൻറ്റു 6 പ്ലസ് 6 സ്ക്വയർ അല്ലേ. ദറ്റ് ഈസ് 10n സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 10 സ്ക്വയർ n സ്ക്വയർ. 10 സ്ക്വയർ 100 അല്ലേ. സോ 100 n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 6 120. അപ്പോൾ 120n പ്ലസ് 6 സ്ക്വയർ എന്താ 36. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ ഈ 100n സ്ക്വയറിൽ നിന്നും 120യിലും ഒക്കെ എന്താണ് 10 കോമൺ ആണ് അല്ലേ. അപ്പോൾ 10 പുറത്തെടുക്കാം. 100n സ്ക്വയറിൽ നിന്ന് 10 പുറത്തെടുത്താൽ എന്താ 100/10 എത്ര 10 അല്ലേ. അപ്പോൾ 10n സ്ക്വയർ പ്ലസ് 120n നിന്ന് 10 പുറത്തെടുത്താൽ എന്താ 120/10 12 അല്ലേ. അപ്പോൾ 12n പ്ലസ് ഈ 36. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു എ നമ്പറാണിത്. 10 ഇൻറ്റു എ നമ്പർ എന്ന് വെച്ചാൽ എന്താ മൾട്ടിപ്പിൾ ഓഫ് 10. മൾട്ടിപ്പിൾ ഓഫ് 10 ആണ് പ്ലസ് 36. അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 36 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്താണ് 10ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ കൂടെ 36 ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലേ. എ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 0 പ്ലസ് 36 അല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള നമ്പറിൻ്റെ കൂടെ 36 ആഡ് ചെയ്യുക എന്നർത്ഥം എന്താണ് 36ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള നമ്പറിൻ്റെ കൂടെ ഈ 36 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും 6 ആയിരിക്കും അല്ലേ. സോ ദിസ് ഈസ് എ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 6. Write the remainder got when the perfect squares 1, 4, 9, 16, 25 on division by 3. അതായത് പെർഫെക്റ്റ് സ്ക്വയർസ് ആയ 1, 4, 9, 16, 25 എന്നീ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 1 ആണ് കിട്ടുന്നത് അല്ലേ. സോ 1. ഇനി 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ എന്താ 1 ആണ് കിട്ടുന്നത്. ഇനി 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. ഇനി 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. ഇനി 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 1 ആണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The squares of any non-multiple of 3 leaves remainder 1 on division by 3. Explain the reason. അതായത് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്, വേറെ നമ്പേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണേ. ഏതൊക്കെയാണത്? ഫസ്റ്റ് പാർട്ട് ഏതാ? 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? ഇതിൽ 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 3 9. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഇതാണ് 3, 6, 9, 3 ഇൻറ്റു 4 12 അല്ലേ. ഇതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ്. നാച്ചുറൽ നമ്പേഴ്സിൽ 3യുടെ മൾട്ടിപ്പിൾസ് ആയ നമ്പേഴ്സിൻ്റെ
നമ്പേഴ്സ് എങ്ങനെയായിട്ട് വരും. ഇവയെ നമ്മൾ ആൾജിബ്രിക് ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 3യുടെ മൾട്ടിപ്പിൾസിനെ 3n എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്താൽ എന്നിന് 1 കൊടുത്താൽ 3 × 1 3 കിട്ടും. എന്നിന് 2 കൊടുക്കുകയാണെങ്കിൽ 3 × 2 6 കിട്ടും. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ 3യുടെ മൾട്ടിപ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ 3n എന്ന ആൾജിബ്രിക് ഫോം യൂസ് ചെയ്യും. പിന്നെയുള്ള 4 മൾട്ടിപ്പിൾസിന് ശേഷം വരുന്ന നമ്പേഴ്സാണ് 4 7 അങ്ങനെയുള്ള നമ്പേഴ്സ്. 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ. 4 എന്ന് പറഞ്ഞാൽ അത് 3 + 1 ആണ്. 7 എന്ന് പറഞ്ഞാൽ 6 + 1 ആണ് അല്ലേ. അതേപോലെ 1 ഇതിൽ ഉൾപ്പെടും. കാരണം അത് 1 എന്ന് പറഞ്ഞാൽ 0 + 1 ആണ് അല്ലേ. 0 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3 × 0 ആണല്ലോ 0 അല്ലേ. അപ്പോൾ 1 4 7 9 ഈ നമ്പേഴ്സ് എന്തിൽ വരും? 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ് അല്ലേ. അതായത് 3n + 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 1 4 7 n + 1 10 എക്സെട്ര. ഈ നമ്പേഴ്സ് ഇവയെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? 3n + 1 അതായത് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ്. ഓക്കെ. പിന്നെയുള്ള നമ്പേഴ്സ് ഏതാണ്? 5 8 ഓക്കെ. എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ അതിൽ പെടും എന്ത്? 2. കാരണം 2 എന്ന് പറഞ്ഞാൽ 0 + 2 ആണ്. 0 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ. 3 × 0 ആണല്ലോ 0. അപ്പോൾ 2 5 8 എക്സെട്ര. ഇതൊക്കെ എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ. 3n + 2 എന്ന് പറയാം. കാരണം എന്താണ്? 5 എന്ന് പറഞ്ഞാൽ എന്താ? 3 + 2 ആണ് അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ ആണ് 3 അല്ലേ. അപ്പോൾ 3 + 2. അതേപോലെ 8 എന്ന് പറഞ്ഞാൽ എന്താ? 6 + 2 ആണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ നമ്പേഴ്സും വന്നില്ലേ. 1 2 3 4 എല്ലാ നമ്പേഴ്സും ഈ ഇതിനകത്ത് വന്നു അല്ലേ. ഈ ഗ്രൂപ്പിനകത്ത് വന്നു. 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ ഗ്രൂപ്പിൽ വന്നു, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ വന്നു, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ വന്നു. ഓക്കെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവയുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാം. 3nൻ്റെ സ്ക്വയർ എന്താണ്? 3n ഹോൾ സ്ക്വയർ. 3n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3 സ്ക്വയർ n സ്ക്വയർ. 3 സ്ക്വയർ 9 അല്ലേ. അപ്പോൾ 9n സ്ക്വയർ. 9 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇത് എന്താണ്? ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലാണ്. ഓക്കെ. ഇനി അടുത്തതോ? അടുത്ത സ്ക്വയറോ? 3n + 1 ഹോൾ സ്ക്വയർ. 3n + 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3n × 1 പ്ലസ് 1 സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് 3n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3 സ്ക്വയർ n സ്ക്വയർ. 3 സ്ക്വയർ 9 അല്ലേ. അപ്പോൾ 9n സ്ക്വയർ പ്ലസ് 2 × 3 6. അപ്പോൾ 6n + 1. 9n സ്ക്വയർ പ്ലസ് 6n എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്, 6ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 പുറത്തെടുക്കാം. 9n സ്ക്വയറിന് 3 പോയാൽ എത്രയാണ്? 9/3 3 അല്ലേ. അപ്പോൾ 3n സ്ക്വയർ പ്ലസ് 6n 3 പോയാൽ എത്രയാണ്? 6/3 2 അല്ലേ. അപ്പോൾ 2n + 1. ഇതെന്ത് ഫോമിലാണ്? 3 × a നമ്പർ, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലേ. 3 × a നമ്പർ എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോമിലാണ്. ഓക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സ്ക്വയേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 3 + 1 എന്ന ഫോമിലാണ്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ സ്ക്വയർ നോക്കാം. അതേതാണ്? 3n + 2 ഹോൾ സ്ക്വയർ. 3n + 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 3n × 2 + 2 സ്ക്വയർ. അതെത്ര? 3n ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3 സ്ക്വയർ n സ്ക്വയർ. 3 സ്ക്വയർ 9 അല്ലേ. സോ 9n സ്ക്വയർ പ്ലസ് 2 × 2 4 4 × 3 12 12n പ്ലസ് 2 സ്ക്വയർ 4 ആണല്ലേ. സോ ദിസ് ഈസ് 9n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4നെ നമുക്ക് 3 + 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ. അപ്പോൾ ഈ 9ഉം 12ഉം 3 ഒക്കെ 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 പുറത്തെടുക്കാം. ദറ്റ് ഈസ് 3 × 9n സ്ക്വയറിന് 3 പോയാൽ എന്താണ്? 9/3 3 അല്ലേ. സോ 3n സ്ക്വയർ പ്ലസ് 12/3 എത്ര? 4 ആണല്ലേ. അപ്പോൾ 4n പ്ലസ് 3/3 1 1 + 1 അല്ലേ. അപ്പോൾ 3 × a നമ്പർ എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലാണ്
പ്ലസ് ഈ 1ഉം അല്ലേ. അപ്പോൾ ഈ സ്ക്വയേഴ്സ് എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലാണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ 3 പാർട്ടാക്കി. 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ്, 3യുടെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്ന നമ്പേഴ്സ്. ഇത്രയിലാണ് ഈ 3 ഗ്രൂപ്പിലും എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും അല്ലേ. അപ്പോൾ ഇവിടെ സ്ക്വയേഴ്സ് ഒക്കെ എന്ത് ഫോമിലാണ് വരുന്നത്, ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന ഫോമിലായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലായിരിക്കും അല്ലേ. 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്ത സ്ക്വയേഴ്സ് ആണ് ഇതൊക്കെ. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1, മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് 1 എന്ന ഫോമിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, മൾട്ടിപ്പിൾ ഓഫ് 3 ക്വസ്റ്റ്യൻ ആയിട്ട് പോകും, റിമൈൻഡർ എന്താ 1 കിട്ടുള്ളൂ അല്ലേ. സോ ദ സ്ക്വയർ ഓഫ് എനി നോൺ മൾട്ടിപ്പിൾ ഓഫ് 3 ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറയാം. In the figure, O is the center of the circle, AB is the diameter, angle BOC is equal to 70 degree. ആംഗിൾ AOC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആംഗിൾ AOCയും ആംഗിൾ BOCയും എന്താണ്, ലീനിയർ പെയർസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOC ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രിയാണ്. കാരണം നമുക്കറിയാം ലീനിയർ പെയർസിൻ്റെ ആംഗിൾസിൻ്റെ സം എന്താണ്, 180 ഡിഗ്രിയാണ്. ആംഗിൾ BOC എത്ര, 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആംഗിൾ AOC പ്ലസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ AOC കാണാം, അതിന് വേണ്ടിയിട്ട് ഈ 70 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 70 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 70 ഡിഗ്രി ആകും. സോ ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി എത്രയാണ്, 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ AOC എത്രയാണ്, 110 ഡിഗ്രിയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയിലെ 3 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ BOC എന്താണ്, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. കാരണം ട്രയാങ്കിൾ BOCയിലെ 2 സൈഡ്സായ OB എന്ന സൈഡും OC എന്ന സൈഡും ഈക്വൽ ആണ്. കാരണം എന്താണ്, അവ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് OB OCയും. അപ്പോൾ അത് ട്രയാങ്കിൾ BOCയുടെ 2 സൈഡ്സ് ആണ്. 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്താ, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്താ, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ OB എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ, ആംഗിൾ OCB. പിന്നെ OC എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ, ആംഗിൾ OBC അല്ലേ. അപ്പോൾ ആംഗിൾ OBCയും ആംഗിൾ OCBയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതാം, ആംഗിൾ OCB ഈസ് ഈക്വൽ ടു ആംഗിൾ OBC. കാരണം എന്താണ്, ബേസ് ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ OBC. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്താ, 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ OBCയിലെ സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ OBCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ആംഗിൾ OCB പ്ലസ് ഒന്ന് ആംഗിൾ OBC, പിന്നെ ഒന്ന് ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രിയാണ്. കാരണം എന്താണ്, സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ OBC ഈസ് 180 ഡിഗ്രി. ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് എന്താണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ OBCയിലെയും സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ OCB ആംഗിൾ OBCയും ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആംഗിൾ OBCക്ക് പകരം OCB എന്ന് തന്നെ കൊടുക്കാം. സോ ആംഗിൾ OCB പ്ലസ് ആംഗിൾ OCB പ്ലസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ OCB പ്ലസ് ആംഗിൾ OCB എന്താ, 2 ആംഗിൾ OCB ആണ് അല്ലേ. സോ 2 ആംഗിൾ OCB പ്ലസ് 70 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ OCB കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 70 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 70 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 70 ഡിഗ്രി ആകും. സോ 2 ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി എത്രയാണ്, 110 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 2 ആംഗിൾ OCB 110 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ OCB കാണാൻ വേണ്ടിയിട്ട് ഈ ഇൻറ്റു 2നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും അല്ലേ. സോ ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി ബൈ 2. 110 ഡിഗ്രി ബൈ 2 എത്രയാണ്, 55 ഡിഗ്രിയാണ് അല്ലേ. സോ ആംഗിൾ OCB 55 ഡിഗ്രിയാണ്. അത് തന്നെ അല്ലേ ആംഗിൾ OBC. ആംഗിൾ OCBയും ആംഗിൾ OBCയും ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ആയിരിക്കും എന്ത്, ആംഗിൾ OBC. ഓക്കെ, ഇനി അതേപോലെ ട്രയാങ്കിൾ AOC ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. കാരണം അതിൻ്റെ 2 സൈഡ്സായ OCയും OAയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിലെ
ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ OC എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ OAC. OA എന്ന സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ OCA. ഓക്കെ, അപ്പോൾ ആംഗിൾ OAC ഈസ് ഈക്വൽ ടു ആംഗിൾ OCA. കാരണം എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ഐസോസെലസ് ട്രയാംഗിൾ OAC. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ട്രയാംഗിൾ OACയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാംഗിൾ OACയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ OAC, ഒന്ന് ആംഗിൾ OCA, പിന്നെ ഒന്ന് 110 ഡിഗ്രി ആണല്ലേ. അപ്പോൾ അവയുടെ സം എന്താ? 180 ഡിഗ്രി ആണല്ലേ. സോ ആംഗിൾ OAC പ്ലസ് ആംഗിൾ OCA പ്ലസ് 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ OCA ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ OACയും ആംഗിൾ OCAയും ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ OACക്ക് പകരം ആംഗിൾ OCA എന്ന് കൊടുക്കാം. ഓക്കെ, സോ ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCA പ്ലസ് 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCA എന്ന് വെച്ചാൽ അത് 2 ആംഗിൾ OCA. ഈ പ്ലസ് 110 ഡിഗ്രി കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ? മൈനസ് 110 ഡിഗ്രി ആവും അല്ലേ. സോ 2 ആംഗിൾ OCA ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി എത്രയാണ്? 70 ആണല്ലേ. അപ്പോൾ 2 ആംഗിൾ OCA 70 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ OCA ഇതിൽ നിന്നും കാണാം. അതിന് വേണ്ടിയിട്ട് ഇൻറ്റു 2നെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ OCA ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ബൈ 2. അത് എത്രയാണ്? 35 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ OCAയും ആംഗിൾ OAC ഈക്വൽ ആണെന്ന് കണ്ടു. അപ്പോൾ ഇതും എന്തായിരിക്കും? ആംഗിൾ OACയും ഇത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABC ആണല്ലേ. ആംഗിൾ OAC എത്രയാണ് നമ്മൾ കണ്ടല്ലോ. എത്രയുടെ? 35 ഡിഗ്രി ആണെന്ന് കണ്ടു അല്ലേ. ആംഗിൾ OAC ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. പിന്നെ അതിലെ ഒരു ആംഗിളായ ആംഗിൾ OBC അത് എത്രയാണ് നമ്മൾ കണ്ടല്ലോ. അതെത്താ? ആംഗിൾ OBC 55 ഡിഗ്രി ആണല്ലേ. പിന്നെ ട്രയാംഗിൾ ABCയിലെ ഒരു ആംഗിളാണ് എന്ത്? ആംഗിൾ C. ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCB ആണല്ലേ. ആംഗിൾ OCA എത്രയാണ്? 35 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ OCB എത്രയാണ്? 55 ഡിഗ്രി ആണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ അത് എത്ര? 35 പ്ലസ് 55 എത്രയാണ്? 90 ഡിഗ്രിയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ട്രയാംഗിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 35 ഡിഗ്രി, ഒന്ന് 55 ഡിഗ്രി, ഒന്ന് 90 ഡിഗ്രി. ഓക്കെ, in the figure, M is the midpoint of the lines ABCD. Write one pair of equal angles in triangle AMC and triangle BMD. ട്രയാംഗിൾ AMCയിലെയും ട്രയാംഗിൾ BMDയിലെയും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഒരു പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ AMCയും ആംഗിൾ BMDയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താവുക? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. കാരണം രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ AMCയും ആംഗിൾ BMDയും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ AMC ഈസ് ഈക്വൽ ടു ആംഗിൾ BMD. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത് ഓഫ് ദ ലൈൻസ് ACBD ഈക്വൽ? റൈറ്റ് ദ റീസൺ. ACയും BDയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ട്രയാംഗിൾ AMCയും ട്രയാംഗിൾ BMDയും നോക്കൂ. ഇതിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ട്. ഏത്? ആംഗിൾ AMC ഈസ് ഈക്വൽ ടു ആംഗിൾ BMD ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ ഈ AM എന്ന സൈഡും BM എന്ന സൈഡും ഈക്വൽ ആണല്ലോ. കാരണം എന്താണ്? M ABയുടെ മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ AMഉം BM എന്താ? ഈക്വൽ ആയിരിക്കും അല്ലേ. AM ഈസ് ഈക്വൽ ടു BM. കാരണം എന്താണ്? M ഈസ് മിഡ് പോയിന്റ് ഓഫ് AB. അതേപോലെ DM എന്ന സൈഡും MC എന്ന സൈഡ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? CDയുടെ മിഡ് പോയിന്റ് ആണ് M. അപ്പോൾ DMഉം MCയും എന്താ? ഈക്വൽ ആയിരിക്കും അല്ലേ. DM ഈസ് ഈക്വൽ ടു MC. കാരണം M ഈസ് മിഡ് പോയിന്റ് ഓഫ് CD.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ എ എം സിയിലെയും ട്രയാങ്കിൾ ബി എം ഡിയിലെയും രണ്ട് സൈഡ്സ് ഈക്വലാണ്, അവയ്ക്കിടയിലുള്ള ആംഗിളും ഈക്വലാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ എം സിയും ട്രയാങ്കിൾ ബി എം ഡിയും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആംഗിൾ എ എം സിയും ആംഗിൾ ബി എം ഡി ഈക്വൽ ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ എ എം സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എ സി, ആംഗിൾ ബി എം ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളാണ് ബി ഡി അല്ലേ. അപ്പോൾ എ സിയും ബി ഡിയും എന്താണ്, ഈക്വൽ ആയിരിക്കും. സോ എ സി ഈസ് ഈക്വൽ ടു ബി ഡി. കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, ആംഗിൾ എ എം സി ആൻഡ് ആംഗിൾ ബി എം ഡി.